അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഡിസംബർ 6-ാം തീയതി നാളെ ശനിയാഴ്ച പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് ഓൺബോർഡ് 2025 നമ്മുടെ സീസൺ 3 വാർഷിക സമ്മേളനം പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് ചേരുകയാണ്. കണ്ണൂർ ജില്ലയിലെ 300-ൽ പരം ട്രാവൽ ഏജൻസികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കണ്ണൂർ MP കെ സുധാകരൻ സാർ നിർവഹിക്കും. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന വലിയൊരു പരിപാടിയാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഓൺബോർഡ് 2025 ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും കണ്ണൂർ എയർപോർട്ട്. നമുക്കറിയാം, കണ്ണൂർ എയർപോർട്ട് വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മതിയായ വികസനങ്ങൾ കണ്ണൂർ എയർപോർട്ടിലില്ല. കണ്ണൂർ എയർപോർട്ടിനോടുള്ള അവഗണന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആവശ്യമായ ഫ്ലൈറ്റ് സർവീസുകൾ ഇനിയും ഇല്ലാത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വാർത്ത. ഈ വർഷം തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു എന്നത്. പോയിൻ്റ് ഓഫ് കോൾ പദവി കിട്ടാത്തതുകൊണ്ട് തന്നെ വിദേശ വിമാനങ്ങൾക്ക് പറന്നിറങ്ങാനുള്ള സൗകര്യം കണ്ണൂർ എയർപോർട്ടിലില്ല. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ കണ്ണൂരിൽ നിന്നുള്ള പാർലമെൻറ്റ്, രാജ്യസഭ അംഗങ്ങൾക്ക് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ഈ ഒരു വിഷയത്തിൽ കണ്ണൂരിൻ്റെ ചിറകരിയരുത് എന്ന ക്യാമ്പയിനോടുകൂടി വീണ്ടും KDTA പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായി ഈ കണ്ണൂർ എയർപോർട്ടിനെ ആശ്രയിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, വയനാട്, വടകര ഈ ഭാഗത്തു നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ നേരിൽ കണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ പാർലമെൻറ്റിനകത്തും അതോടൊപ്പം തന്നെ സാധ്യമാവുന്ന രീതിയിൽ മറ്റിടപെടലുകൾ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MP-മാർക്ക് നിവേദനം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള രാജ്യസഭാ MP-മാർ അവരെയും നേരിൽ കാണുകയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ കൂടി നേരിൽ കണ്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺബോർഡിൻ്റെ വേദിയിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഫ്ലൈറ്റ് സർവീസ് നിർത്തിയ ഗോഫസ്റ്റിൻ്റെ വിമാന സർവീസുകൾ അകാരണമായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ട് 3 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ ആ ഇനത്തിൽ കണ്ണൂരിലെ ട്രാവൽ ഏജൻസികൾക്കും ഒപ്പം യാത്രക്കാർക്കും കിട്ടാനുള്ള 200 കോടി രൂപയോളം ഇനിയും നമുക്ക് ആ ഇനത്തിൽ റീഫണ്ട് ലഭിക്കാത്തത് കോവിഡിന് ശേഷം കണ്ണൂരിലെ ട്രാവൽ ഏജൻസികൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഗോഫസ്റ്റിൻ്റെ റീഫണ്ട് വിഷയം. ഇതുവരെയായിട്ട് 1 രൂപ പോലും റീഫണ്ട് നൽകാൻ ആ കമ്പനി തയ്യാറായിട്ടില്ല. ആ കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നേരത്തെ ഞങ്ങളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ വർഷം പിന്നിടുമ്പോഴും ഞങ്ങളടുത്ത് വന്ന് ഗോഫസ്റ്റിൻ്റെ റീഫണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാവൽ ഏജൻസികൾ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിൻ്റർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചപ്പോൾ നേരത്തെ നേരിട്ട് സർവീസ് നടത്തിയിരുന്ന ജിദ്ദ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ദമാം ഈ സ്ഥലത്തേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ഒന്നിലധികം സർവീസുകൾ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ഷെഡ്യൂളുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കേവലം എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ ഈ 2 വിമാനങ്ങളാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ഇൻഡിഗോയുടെ വിഷയങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി 600ഓളം ഫ്ലൈറ്റുകൾ ഇൻഡിഗോ പല കാരണങ്ങളാൽ സർവീസ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന കണ്ണൂർ അബുദാബി ഉൾപ്പെടെ ഉള്ള സർവീസുകൾ ഭാഗികമായി ഇൻഡിഗോയുടെ സർവീസ് റദ്ദ് ചെയ്യൽ കാരണം മുടങ്ങിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് കണ്ണൂരിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ടുക്കെയുള്ള
ട്രാവൽ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ ചിറകരിയരുത് എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ഈ ഓൺബോർഡ് 2025 നാളത്തെ പ്രോഗ്രാമോടുകൂടി ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ കീഴിൽ നമ്മളുടെ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് തന്നെ ചികിത്സാ സഹായമായി നല്ലൊരു തുക നൽകുന്നതിനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ വയനാട് ചൂരൽമലയിലുണ്ടായ അപകടത്തിൽ അവിടെ അർഹരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി നല്ലൊരു രീതിയിലുള്ള സഹായം നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കും നമ്മൾ ഇതിൻ്റെ ഭാഗമായി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണി മുതലാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. കണ്ണൂർ MP ബഹുമാനപ്പെട്ട സുധാകരൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സോളോ ട്രാവലർ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് എത്തി അവിടെ ബേസ് ക്യാമ്പിൽ കാലുകുത്തിയ കണ്ണൂരിൽ നിന്നുള്ള വാസന്തി ചെറുവീട്ടിനെയും ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്, ജനറൽ ബോഡി മീറ്റിംഗ്, ഇത്തരം കാര്യങ്ങളാണ് ഈ നാളത്തെ പരിപാടിയോട് ഞങ്ങൾ അരങ്ങേറുന്നത്.